നമ്മുടെ സംസ്ഥാനം കഴിഞ്ഞ 8.5 വർഷക്കാലം അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രത്യേക ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. അതിൽ നാം നടത്തിയ പ്രവർത്തനങ്ങൾ, LDF ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ നാട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെക്കുറിച്ച് പൊതുവെ നാടും നാട്ടുകാരും നല്ല രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്നത് ആശ്വാസകരമായ കാര്യമാണ്. കാരണം എല്ലാ കാര്യത്തിലും നല്ല ഫലങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തകർന്നുപോയി എന്ന് കരുതിയെടുത്തതെന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ആപൽഘട്ടങ്ങളെയും നല്ല നിലക്ക് അതിജീവിച്ച് പോകാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ഭാഗമാണ്. ഏതാനും ചിലർ അതിൽ നിന്ന് വ്യത്യസ്തമായ സ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമുക്കെപ്പോഴും, ജനങ്ങൾക്കെപ്പോഴും നാടിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഐക്യവും ഒരുമയുമാണ് ഉയർന്നു വന്നത് എന്നത് നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കേരളം നേടിയ നേട്ടങ്ങൾ, കേരളം ഇന്നത്തെ രീതിയിൽ മുന്നോട്ട് എങ്ങനെ കുതിക്കുന്നു എന്നത് ഇത് നാം ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട് ഒരു ഘട്ടത്തിൽ വലിയ തോതിൽ തകർന്നടിഞ്ഞൊരു നാടായിരുന്നു. ആ തകർന്നടിഞ്ഞ നാടിനെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. കേരളത്തിൻ്റെ മുന്നോട്ട് പോക്ക് ഇനിയും മുന്നോട്ട് കുതിക്കേണ്ടതായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നാം വലിയ തോതിലുള്ള മാറ്റത്തിൻ്റെ വഴിയിലാണ്. ഓരോ രംഗവും പരിശോധിച്ചാൽ നമുക്കത് കാണാൻ കഴിയും. ഒരു നാട് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടേണ്ടത് ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരായ ആളുകളെയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ രാജ്യം ദരിദ്രരെ എടുത്താൽ ലോകരാഷ്ട്രങ്ങളിൽ ഒരു പട്ടിക തയ്യാറാക്കിയപ്പോൾ 105-ാം സ്ഥാനത്താണ് നമ്മുടെ രാഷ്ട്രം. അത് കഴിഞ്ഞാൽ പിന്നെ വളരെ ചുരുക്കം രാഷ്ട്രങ്ങളേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തൊട്ടുകിടക്കുന്ന അയൽപക്ക രാഷ്ട്രങ്ങൾ ഒന്നും നമ്മുടെ പുറകിലില്ല. എല്ലാം നമ്മളെക്കാളും എത്രയോ മേലെയാണ്. എന്താ നമ്മുടെ നാടിൻ്റെ അവസ്ഥ? നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം പെരുകിക്കൊണ്ടിരിക്കുന്നു. പാപ്പരായവർ കൂടുതൽ പാപ്പരീകരിക്കപ്പെടുന്നു. അവരുടെ എണ്ണം കൂടുന്നു, ദൈന്യത കൂടുന്നു. സമ്പന്നർ അതിസമ്പന്നരാകുന്നു. എങ്ങനെയാണിത് വന്നത്? ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ നയം കാരണമാണ്. ആ നയമാണ് നവ ഉദാരവൽക്കരണ നയം. ആ നവ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായി ഈ രീതിയിലുള്ള തകർച്ച രാജ്യത്ത് ജനങ്ങൾക്കാകെ സംഭവിക്കുന്നു. അതിൻ്റെ കണക്ക് പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാവും. ഇവിടെയാണ് കേരളം വേറിട്ട് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിന് വേറിട്ട് നിൽക്കാൻ പറ്റുന്നത്? കേരളം എന്ന സംസ്ഥാനത്തിന് എല്ലാ ഘട്ടത്തിലും വേറിട്ട് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. നയമാണ് പ്രധാനം. ഈ പറഞ്ഞ നവ ഉദാരവൽക്കരണ നയത്തിൽ നിന്ന് മാറി നിന്നാലാണ് വേറിട്ട് നിൽക്കൽ. നവ ഉദാരവൽക്കരണ നയമല്ലാത്ത ബദൽ നയം നടപ്പാക്കുമ്പോഴാണ് വേറിട്ട് നിൽക്കൽ. 2016 മുതൽ ഈ വേറിട്ട് നിൽക്കലാണ്. 2011-16 കാലം ആലോചിച്ച് നോക്കിൻ. ആദ്യത്തെ ഘട്ടം മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വമുള്ള കേന്ദ്ര ഗവൺമെൻറ്, രണ്ടാമത്തെ ഘട്ടം നരേന്ദ്രമോദിയുടെ നേതൃത്വമുള്ള കേന്ദ്ര ഗവൺമെൻറ്, ഇവിടെ അന്തരിച്ച ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമുള്ള ഗവൺമെൻറ്.
ഈ 3 ഗവൺമെൻറ്റുകൾക്കും ഒരേ നയമായിരുന്നു. ആ നയമാണ് നവോദാരവൽക്കരണ നയം. ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. മൻമോഹൻ സിംഗിൻ്റെ നയത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ നയത്തിന് വ്യത്യാസം ഉണ്ടായില്ല. കുറച്ച് കൂടിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. രണ്ടും ഒരേ നയ. ഈ 2 കേന്ദ്ര ഗവൺമെൻറ്റുകളുടെയും നയത്തിൽ നിന്ന് ഒരു വ്യത്യാസവുമില്ലാതെയാണ് ഇവിടുത്തെ UDF ഗവൺമെൻറ്റിന് പ്രവർത്തിച്ചത്. അതായിരുന്നു നാടിൻ്റെ തകർച്ചയ്ക്ക് കാരണം. ആ നയത്തിൽ നിന്ന് മാറി, ആ നയത്തിൽ നിന്ന് വേറിട്ടുകൊണ്ടൊരു നയം LDF ഇവിടെ നടപ്പാക്കുന്നു. ആ നയത്തിൻ്റെ ഭാഗമായാണ് ജനക്ഷേമകരമായ കാര്യങ്ങൾ. നേരത്തെ 600 രൂപ പെൻഷൻ, ആ പെൻഷൻ ക്ഷേമ പെൻഷൻ നമ്മുടെ കേരളത്തിൽ 1.5 വർഷം കൊടുക്കാതിരുന്നു. LDF സർക്കാർ 2016 അധികാരത്തിൽ വന്നപ്പോൾ ആദ്യത്തെ മന്ത്രിസഭ ചേർന്നെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു. അത് പിന്നെ വർദ്ധിക്കാൻ തുടങ്ങി. എവിടം വരെ എത്തി? 1600-ലെത്തി. ആളുകൾ എത്ര? 60 ലക്ഷം. പിന്നെ മറ്റ് കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല, ഒരുപാട് സംഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതിനെ മുടക്കാൻ നോക്കിയില്ലേ? ആ കമ്പനിയെ തകർക്കാൻ നോക്കിയില്ലേ? ആ എടുക്കുന്ന പണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടത്തിൻ്റെ പരിധിയിൽപ്പെടുത്താൻ നോക്കിയില്ലേ? എല്ലാം ഇതിനെതിരെയുള്ള നീക്കത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുന്നു. നിയമസഭയിൽ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, എല്ലാ മാസവും ഈ പെൻഷൻ കൃത്യമായി കൊടുത്തിരിക്കും. ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ചപ്പോൾ കുറച്ച് മാസത്തത് കുടിശ്ശികയായിപ്പോയി. ആ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവും കൊണ്ട് പൂർണ്ണമായി കൊടുത്തു തീർക്കും. ഈ വർഷം 2 ഗഡു, 1 ഗഡു കൊടുത്തു, അടുത്തത് കൊടുക്കാൻ പോകുന്നു. അടുത്ത വർഷം 3 ഗഡു. നയത്തിൻ്റെ വ്യത്യാസം. LDF നേരത്തെ പ്രഖ്യാപിച്ചു, ഇവിടെയും നിൽക്കില്ല, ഇവിടുന്ന് ഇനിയും വർദ്ധിക്കും, അതിലേക്കും കടക്കാൻ പോകുന്നു. അതാണ് വേറിട്ട നയം. ഇവിടെ പാവപ്പെട്ട മനുഷ്യൻ സ്വന്തമായൊരു കൂര സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തോടെ മണ്ണടിയുന്നു. അവർക്ക് വേറെ വഴിയില്ല. അതിനാണൊരു പദ്ധതി LDF സർക്കാർ തയ്യാറാക്കിയത്. അന്ന് കണക്കാക്കിയത് 5 ലക്ഷം പേർക്ക് കേരളത്തിൽ വീട്, സ്വന്തമായി വീട്. ഇപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ സംസ്ഥാനത്ത് ആ പറഞ്ഞ 5 ലക്ഷത്തിൽ 4,10,000 കുടുംബങ്ങൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു. നോക്കണം, ആ 4,10,000 വീടുകളിലും ആദ്യത്തെ ദിവസം കിടന്നുറങ്ങുന്ന ആളുടെ മനോഭാവം. അദ്ദേഹം ആ കിടന്നുറങ്ങുന്നയാൾ, കുഞ്ഞാവട്ടെ മുതിർന്നയാളാവട്ടെ, ആ വീടിൻ്റെ മേൽക്കൂര നോക്കുമ്പോൾ തൻ്റെ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നു. പുതിയൊരു മനുഷ്യൻ അതോടെ ജനിക്കുകയാണ്. ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യൻ. അതാണ് നമ്മുടെ നാടിൻ്റെ മാറ്റം. ബാക്കിയുള്ളത് അതിവേഗം പൂർത്തിയാക്കാൻ പോകുന്നു. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത.